പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഒരു യാത്രയിലായി. യാത്രയിൽ ഞങ്ങളുടെ വാഹനങ്ങൾ കയറ്റം കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴൊക്കെയും പല സന്ദർഭങ്ങളിൽ ആളുകൾ ഉറക്കെ തക്ബീറുകളും തസ്ബീഹും ചൊല്ലുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ സാധാരണ ചൊല്ലുന്നതിനേക്കാൾ ഒരു അല്പം ശബ്ദം ഉയർത്തിയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ ഒന്ന് രണ്ട് പ്രാർത്ഥന ആവർത്തിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ യുഹന്നാസ് ഇർബഉ അലാ അൻഫുസിക്കും, ജനങ്ങളെ നിങ്ങൾ ശബ്ദം താഴ്ത്തി പറയൂ. കാരണം ഇന്നകും ലാ തദ്ഊന അസമ്മൻ വലാ ഗായിബ, നിങ്ങൾ ഈ പറയുകയും അല്ലെങ്കിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരെയാണോ ആ ശക്തി ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്ത വിധത്തിൽ ദൂരത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ അസാന്നിധ്യത്തിലുള്ള ഒരാളല്ല. ഇന്നകും തദ്ഊന സമീഅൻ ഖരീബൻ വഹുവ മഅകും, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് ആ വിളിക്കപ്പെടുന്ന ആൾ നിങ്ങളുടെ സമീപസ്ഥനാണ്, നിങ്ങളുടെ ഒപ്പമുള്ളവനാണ്, നിങ്ങളുടെ എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് എന്ന് നബി പറഞ്ഞു. നോക്കി, ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും ഒരു രൂപവും ഉണ്ടെന്നർത്ഥം. പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊക്കെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഭവ്യതയോടുകൂടി വിനയാന്വിതരായി ശബ്ദത്തിൽ പോലും അത് പ്രകടമാക്കിക്കൊണ്ടായിരുന്നു പ്രാർത്ഥനകൾ നടത്തിയിരുന്നർത്ഥം. ഏറ്റവും മാക്സിമം നമുക്ക് ശബ്ദം എത്രത്തോളം ഉയർത്താന്ന് പറഞ്ഞാൽ നബി പറഞ്ഞ ഇർബഉ അലാ അൻഫുസിക്കും, നിങ്ങൾ തന്നെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാക്സിമം നമ്മൾ കേൾക്കണം, അതിനപ്പുറത്തേക്കില്ല എന്നർത്ഥം. നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം ശബ്ദം ഉയർത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ കേൾക്കുന്ന അത്രയും ശബ്ദത്തിൽ മാത്രമേ പ്രാർത്ഥനകളും ദിക്റുകളും ഉയർത്തുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരിക്കുന്നത്. കാരണം പ്രാർത്ഥനകളൊക്കെ ചില ശബ്ദ കോലാഹലങ്ങളായി മാറുകയാണ് പലപ്പോഴൊക്കെ. അങ്ങനെ പല പ്രാർത്ഥനാ സദസ്സുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം, വലിയ ശബ്ദമുഖരിതമായി ശബ്ദങ്ങൾ ഒച്ചട്ടം. അങ്ങനെയല്ല, അള്ളാഹുവിനെ വിളിക്കാൻ ഒരു മര്യാദയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് ആ വിളിക്കപ്പെടുന്ന ശക്തി നിങ്ങളുടെ ഒപ്പമുള്ളവനാണ്, നിങ്ങളുടെ എല്ലാം കേൾക്കുന്നവനാണ്, നിങ്ങൾ അറിയുന്നവരാണ്. ഇതിനു മാത്രം ഒച്ചപ്പാടും ബഹളവും വേണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തിരുത്തുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മുടെ ദിക്റുകളും ദുആകളും ഒക്കെ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രൂപത്തിലാകരുത്. ഒന്ന്. രണ്ട്, അത് നമ്മൾ തന്നെ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഗൗരവമൊക്കെ നമുക്ക് വരികയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. പിന്നെ അള്ളാനെ വിളിക്കുമ്പോൾ എത്രത്തോളം ഭവ്യതയോട് വിനയാന്യതരായി വിളിക്കാനും അഭിസംബോധന ചെയ്യുവാനും കഴിയുമോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട ശീലവും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകളുടെയും ദിക്റുകളുടെയും ദുആകളുടെയും ഒരു മര്യാദയായി പഠിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും അങ്ങനെയാണ് ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു ശൈലി നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.